റൈറ്റ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, സമയം ഏതാണ്ട് 7:45 നമ്മൾ പ്രതീക്ഷിച്ച നമ്മളുടെ വിശിഷ്ടാതിഥികൾ കൊച്ചിയിലെ ട്രാഫിക്കൊക്കെ താണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ആരംഭിക്കുകയായി. ആദ്യം തന്നെ വേദിയിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഗുഡ് 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 ഈവനിങ് ടു ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു. ഒപ്പം സ്വാഗതം മനോഹരമായ ഈ സായം സന്ധ്യയിലേക്ക്. ഇന്ന് ഒക്ടോബർ 28, 2016 സിനിമാക്കാരുടെ ഈ സ്വപ്ന സരോവരത്തിൻ്റെ ഈ ഒരു കുടക്കീഴിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടുണ്ട്. ഇന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ്, വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ്. അഭിമാനത്തിൻ്റെ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒക്കെ പിന്നിൽ ഒരു റീസണാണുള്ളത്, ഒരൊറ്റ റീസണാണുള്ളത്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു സംഭവമാകാൻ പോകുന്ന ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ഒരു സംഭവബഹുലമാക്കാനാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ആ സിനിമയുടെ പേര് കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ. കട്ടപ്പനയിലെ ഹൃതിക് റോഷനിൽ മനോഹരങ്ങളായ കുറേ നല്ല ഗാനങ്ങളുണ്ട്. ആ ഗാനങ്ങൾ ഇന്ന് മുതൽ കേരളത്തിൽ അലയടിക്കാൻ പോവുകയാണ്. ഇന്ന് ഈ സിനിമയുടെ ഔപചാരികമായ ഓഡിയോ ലോഞ്ചാണ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ശബ്ദത്തിൽ കൈയടിക്കാം എല്ലാവരും ചേർന്ന്, പ്ലീസ്. ഓക്കെ, ഈ സിനിമ നമ്മൾക്ക് വേണ്ടിയിട്ട് അണിയിച്ചൊരുക്കിയിരിക്കുന്നത് നാദ് ഗ്രൂപ്പും UGM എൻ്റർടൈൻമെൻറ്റ്സും ചേർന്നാണ്. പ്രൊഡ്യൂസേഴ്സ് ബീങ് നമ്മൾക്ക് എല്ലാവർക്കും നമ്മളെ പ്രിയങ്കരനായ ശ്രീ ദിലീപ് ആൻഡ് ഓഫ് കോഴ്സ് ഡോക്ടർ സെക്കറിയ തോമസ്. ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ സിനിമ നമ്മൾക്ക് വേണ്ടിയിട്ട് തിയേറ്ററുകളിൽ എത്തിക്കുന്നത്, പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് സിനിമ റിലീസാവാൻ പോകുന്നതേ ഉള്ളൂ. അതിൻ്റെ ഓഡിയോ ലോഞ്ചാണ്, ഒരു തുടക്കം മാത്രമാണ്. സോ റിലീസാവുന്നതിന് മുമ്പ് തന്നെ ഈ സിനിമ ഹിറ്റാണ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും. കാരണം സിനിമ റിലീസാവുന്നതിന് മുമ്പ് ഈയിടെയായിട്ട് ട്രെയിലർ ഔപചാരികമായി റിലീസ് ചെയ്യുക എന്നൊരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് ഒരു 24 മണിക്കൂർ മുമ്പ് നമ്മൾ ഗംഭീരമായിട്ട് നിർവഹിച്ചു. വെറും 24 മണിക്കൂർ കൊണ്ട് ഏകദേശം 3 ലക്ഷം വ്യൂസിലേക്ക് ആ ട്രെയിലർ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റിലീസിന് മുമ്പ് സൂപ്പർ ഹിറ്റായ വൺ ഓഫ് ദി വെരി റയറസ്റ്റ് മൂവീസ് എന്ന് വേണമെങ്കിൽ കട്ടപ്പനയിലെ ഹൃതിക് റോഷനാണ് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം. ഇനിയും ഏറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഓഡിയോ ലോഞ്ചിൻ്റെ ഭാഗമായിട്ട് വേറെ ചില ചടങ്ങുകൾ കൂടി നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഈ സംസാരം നിർത്തിയിട്ട് തുടർന്ന് നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളെ ഔപചാരികമായി സ്വാഗതം ചെയ്യാനുമുള്ള ആളെക്കുറിച്ച് സംസാരിക്കാം. പ്ലീസ് ഗിവ് മി 2 minutes. ഇദ്ദേഹം ഒരു ഡയറക്ടർ എന്ന് പറയുന്നതാണ് ഒരു സിനിമയുടെ റിയൽ ഹീറോ എന്ന് നമ്മൾക്ക് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഒരു സിനിമ ഡിസൈൻ ചെയ്യുന്നതിനോടൊപ്പം അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ, അതിൻ്റെ എൻറ്റയർ ഷൂട്ടിംഗ് പ്രോസസ്സ്, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ അടക്കം എല്ലാ മേഖലകളിലും ആത്മാർത്ഥമായി നിശാന്ത പരിശ്രമം വേണ്ട ഒരു സംഭവമാണ് ഈ ഡയറക്ടറിങ് എന്ന് പറയുന്നത്. സോ ഈ സിനിമയ്ക്കും ഒരു ഡയറക്ടറുണ്ട്. ഈ ഡയറക്ടറും ഒരു സംഭവമാണ്. മിമിക്രിയിലൂടെ വേദികൾ കീഴടക്കി, അതിനുശേഷം കാസറ്റ് ഇൻഡസ്ട്രിയിൽ തരംഗമായി മാറി, പിന്നെ നേരെ പോയത് സിനിമയിലേക്ക്. അവിടെ അദ്ദേഹം ഒരു ആക്ടറായി, ഒരു സിംഗറായി, മ്യൂസിക് കമ്പോസറായി, ലിറിസിസ്റ്റായി, കുറച്ച് നാൾ മുമ്പ് ഡയറക്ടറായി. വെറും ഡയറക്ടറല്ല, റിലീസ് ചെയ്ത ആദ്യത്തെ മൂവി തന്നെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാക്കിയ ഒരു ഡയറക്ടറായി. ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയും ഒരു ബമ്പർ ഹിറ്റാവുന്നതോടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു ഹിറ്റ് മേക്കർ എന്ന ടൈറ്റിൽ കൂടെ കാത്തിരിക്കുന്നു ഇദ്ദേഹത്തെ. ഇതൊക്കെ ഒഫീഷ്യലായിട്ട് പറയാവുന്ന കാര്യങ്ങളാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഞാൻ അടക്കമുള്ള ഒരുപാട് കലാകാരന്മാർക്ക് നിരുപാധികമായിട്ടുള്ള സപ്പോർട്ട് കൂടെ കൊടുക്കുന്ന ഒരു യഥാർത്ഥ കലാസ്നേഹിയാണ് ഇദ്ദേഹം. ഈ സിനിമയുടെ ഡയറക്ടറായ, മ്യൂസിക് ഡയറക്ടർ കൂടിയായ ദ വൺ ആൻഡ് ഓൺലി ശ്രീ നാദർ ഷാ അദ്ദേഹം ഈ വേദിയിലേക്ക് വരുന്നു. നിങ്ങളെ ഔപചാരികമായി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ബഹുമാനപ്പെട്ട എൻ്റെ ഗുരുവന്ദ്യരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാട്ടുകാരെ, കൂട്ടുകാരെ, വീട്ടുകാരെ, എല്ലാവരും ഉണ്ട്. ഇത് ജീവിതത്തിലെ ഏറ്റവും കൊതിച്ച് അല്ലെങ്കിൽ ആഗ്രഹിച്ച് പണ്ട് സ്വപ്നം കണ്ടിരുന്ന നിമിഷങ്ങളിൽ ഒന്ന് തന്നെയാണ്. ആദ്യം സംഭവിച്ചപ്പോൾ, ആദ്യം ഇങ്ങനൊരു സിനിമയ്ക്ക് വേണ്ടി ഭാഗ്യം ലഭിച്ചത് UGM എൻ്റർടൈൻമെൻറ്റ് ഒരുക്കിയ UGM എൻ്റർടൈൻമെൻറ്റും അനന്യ ഫിലിംസും ആൽവിൻ ആൻ്റണി ചേട്ടനും
ഡോക്ടർ സക്കറിയ തോമസും രണ്ടുപേരും ഇവിടെയുണ്ട്. ഇവർ രണ്ടുപേരും ചേർന്ന് നിർമ്മിച്ച അമർ അക്ബർ അന്തോണി എന്ന് പറയുന്നൊരു സിനിമ, അത് സംവിധാനം ചെയ്യാനായിട്ടുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. അതിന് എനിക്ക് എല്ലാവരും തന്ന സപ്പോർട്ടാണ് ആ സിനിമയുടെ ബലം. ആ സിനിമയെ വിജയിപ്പിച്ചതിന് ഇപ്പോഴും എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. അതിനുശേഷം വീണ്ടും UGM എൻ്റർടൈൻമെൻറ്റ്സിലെ ഡോക്ടർ സക്കറിയ തോമസും എൻ്റെ പ്രിയ സുഹൃത്ത് ദിലീപും ചേർന്ന് നിർമ്മിക്കുന്ന കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിങ് ആണ് ഇന്ന്. അതിനുവേണ്ടി ഇവിടെ 6 മണി മുതൽ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. മീഡിയ സുഹൃത്തുക്കളുണ്ട്, ഫ്രണ്ട്സുണ്ട്. പക്ഷേ നമ്മളുടെ ഈ കൊച്ചിയിലെ ട്രാഫിക് പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് എത്തേണ്ട വിശിഷ്ട അതിഥികൾ ഇവിടെ എത്താനായിട്ട് നമ്മൾ കാത്തിരിക്കേണ്ടി വന്നതിനാലാണ് അതിന് സദയം എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഒപ്പം സ്വാഗതം പറയുക എന്ന് പറയുന്നതാണ് എൻ്റെ കർത്തവ്യം. അതിന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും മലയാള സിനിമയുടെ ഗുരു കാരണവന്മാർ മുതൽ മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകങ്ങളായി മാറിയിരിക്കുന്ന എല്ലാവരും തന്നെ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. അവരോട് എല്ലാവരും ഒപ്പം ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ഓരോ വ്യക്തികളോടും ആരുടെയും പേര് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ എല്ലാവരോടും ഞാൻ ഇന്നത്തെ ഈ ഔപചാരികമായ ചടങ്ങിലേക്ക് സ്വാഗതം ഓതുന്നു. നന്ദി, നമസ്കാരം. ഇനി നമുക്ക് ഏതൊരു ചടങ്ങിൻ്റെയും വെളിച്ചം ഏകിക്കൊണ്ട് തന്നെയാണ് തുടങ്ങേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട ജോഷി സാർ, ഇന്നസെൻ്റ് ഏട്ടൻ, സിദ്ദിഖ, ലാലേട്ടൻ, ലാൽ ജോസ്, ആൽവിൻ ആൻ്റണി ചേട്ടൻ, സലിം കുമാർ, മണിയണ്ണൻ, ഡോക്ടർ സക്കറിയ തോമസ് ആൻഡ് സജി മില്ലീനിയം. സേവിയറേട്ടൻ, പ്ലീസ്. സേവിയർ, ഹംസിക ആൻഡ് സേവിയർ. സിദ്ദിഖ, താങ്ക്
താങ്ക് യു സോ മച്ച്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഈ ചിത്രം UGM എൻ്റർടൈൻമെൻറ്റ്സും നാദ് ഗ്രൂപ്പും ചേർന്നാണ്. UGM എൻ്റർടൈൻമെൻറ്റ്സ് കഴിഞ്ഞ ചിത്രം നിർമ്മിച്ചതാണ്. ആ UGM എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ലോഗോ ആദ്യം ഇവിടെ പ്രദർശിപ്പിക്കണം. കാരണം അടുത്ത ലോഗോ നാദ് ഗ്രൂപ്പ് ഒരുപാട് ഓഡിയോ വീഡിയോ കാസറ്റുകളൊക്കെ ചെയ്ത് തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതിൻ്റെ ലോഗോ പ്രകാശത്തിന് മുമ്പ് ഞങ്ങളുടെ ഒരുമിച്ച് ചെയ്യുന്ന UGMൻ്റെ ലോഗോ ആദ്യം ഒന്ന് പ്രദർശിപ്പിക്കുന്നു. താങ്ക് യു. ഇനി നാദ് ഗ്രൂപ്പിൻ്റെ ലോഗോ പ്രകാശനമാണ്. നാദ് ഗ്രൂപ്പിനെ കുറിച്ചൊരു വാക്ക്. 1993 ദിലീപും ഞാനും ചേർന്ന് നാദർഷാൻ ദിലീപ് എന്ന് പറയുന്ന പേരിൽ നാദ് ഗ്രൂപ്പ് ഒരു പാരഡി കാസറ്റുകൾ ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു കൊച്ച് എന്തോ ഒരു കാസറ്റിനൊരു പേരിട്ട് തുടങ്ങണം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്തൊരു കാസറ്റിന് നാദ് ഗ്രൂപ്പ് എന്ന് പേരിട്ടു. ആ നാദ് ഗ്രൂപ്പ് ഒരുപാട് 93 ശേഷം ദേ മാവേലി കൊമ്പത്ത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാസറ്റുകൾ ചെയ്തു. ഓഡിയോ കാസറ്റുകൾ ചെയ്തു, വീഡിയോ കാസറ്റുകൾ ചെയ്തു. ദൈവാനുഗ്രഹം കൊണ്ട് അതെല്ലാം സൂപ്പർ ഹിറ്റുകളായി മാറാൻ സാധിച്ചു. ഇന്നിപ്പോൾ നാദ് ഗ്രൂപ്പിൻ്റെ സിനിമ ബാനറിലുള്ള സിനിമയാണ്. ഞങ്ങൾ ഈ ദേമാവേലി കൊമ്പത്തിൽ ഞങ്ങൾക്ക് ഒറ്റ വാക്കി പറഞ്ഞാൽ ഞങ്ങൾ വിറ്റ് കാശാക്കിയത് ഇന്നസെൻ്റ് ഏട്ടനെയാണ്. അന്ന് ഇന്നസെൻ്റ് ഏട്ടൻ്റെ ശബ്ദം വിറ്റ് ഇന്നസെൻ്റ് ഏട്ടനേക്കാൾ കൂടുതൽ കാശുണ്ടാക്കിയേക്കുള്ള ആൾക്കാരാണ് ഞാനും ദിലീപും എന്ന് ഇന്നസെൻ്റ് ഏട്ടൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ഏതായാലും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ നാദ് ഗ്രൂപ്പിൻ്റെ ഐശ്വര്യമായി തുടങ്ങിയ ആ ശബ്ദം ഇന്ന് ഞങ്ങൾ സിനിമ നിർമ്മിക്കാനായിട്ട് അതിൻ്റെ തുടക്കത്തിൽ ഇന്നസെൻ്റ് ഏട്ടന് ഉണ്ട്. ഇന്നസെൻ്റ് ഏട്ടനെ ഞാൻ ഈ വേദിയിലേക്ക് അതിൻ്റെ ലോഗോ പ്രകാശനത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ദിലീപിനെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം 1993 നാദ് എന്ന് പറഞ്ഞിട്ടൊരു പേര് ഞങ്ങൾ പറഞ്ഞപ്പോൾ ആ പേരിനൊരു ഡിസൈൻ ഉണ്ടാക്കി തന്ന ഒരാളുണ്ട്. കച്ചേരിപ്പടിക്ക് ഒരു കൊച്ച് മുറിയുടെ അകത്തിരുന്ന് ഞങ്ങളുടെ കാസറ്റിന് ഡിസൈൻ ചെയ്ത് നാദ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് പോകുന്നുള്ളൂ. പക്ഷേ അതിനൊരു ഡിസൈൻ ഉണ്ടാക്കി, ഒരു ശംഖും ഒരു കീബോർഡും ഉദയസൂര്യനും മിക്സ് ചെയ്തിട്ട് അന്ന് ഒരു ലോഗോ ഉണ്ടാക്കിയത്. ഞങ്ങൾ പറഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. ആ സൃഷ്ടി തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ ഉപയോഗിച്ചത്. ആ വ്യക്തി ഇവിടെ ഈ ഓഡിയൻസിൻ്റെ ഇടയിൽ വന്നിരിപ്പുണ്ട്. ശ്രീ ജോസ് ഗ്രാഫിക്സ്, അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മനുഷ്യനാണ് അന്ന് ഞങ്ങൾക്ക് ഏറ്റവും ഐശ്വര്യപൂർണ്ണമായിട്ടുള്ളൊരു ലോഗോ ഉണ്ടാക്കി തന്നത്. ജോസേട്ടൻ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയില്ല. ജോസേട്ടൻ പക്ഷെ ഞങ്ങൾക്ക് ഒരു ലോഗോ ഉണ്ടാക്കി തന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി. ജോസേട്ടൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് അറിയാനൊരാഗ്രഹമുണ്ട്. ഇപ്പം പെൻഷനായി, പെൻഷൻ പറ്റി വീട്ടിൽ തന്നെ ഇരിക്കുന്നു. ഓക്കെ, ഏതായാലും ജോസേട്ടൻ ഇവിടെ സാന്നിധ്യത്തിൽ തന്നെ ഇതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം അല്ലെങ്കിൽ ലോഗോ പ്രകാശനം ഇന്നസെൻ്റ് ഏട്ടന് നിർവഹിക്കാനായിട്ട് ഞാൻ കൈമാറുന്നു. പ്രിയമുള്ള ഇവിടെ സംവിധായകന്മാരുണ്ട്, അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേരുണ്ട്. എന്തായാലും ഇപ്പോൾ MP ആയതിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ആരും വിളിക്കാറില്ല. ഇങ്ങനെയുള്ള കാര്യം എന്നല്ല, ഒന്നിനും വിളിക്കാറില്ല. ഇപ്പം ഞാൻ ഒരു ഹിന്ദി പടത്തിൽ ബോംബെയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം തെലുങ്ക് പടമായിരുന്നു. നാളെ കാലത്ത് തന്നെ പ്രിയദർശൻ്റെ ഹിന്ദി പടത്തിന് വേണ്ടി
എനിക്ക് പോവാൻ തിടുക്കമുണ്ട് എന്നുകൂടെ ഞാൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, നാദൃശയോടെ പറഞ്ഞ പോലെ ഈ നാദ് എന്ന പേരിലുള്ള ഈ കമ്പനി എന്തുകൊണ്ടും അതിൻ്റെ ലോഗോ പ്രകാശനം ചെയ്യാൻ ഞങ്ങൾ നോക്കിയപ്പോൾ ഇന്നസെൻറ്റിനെ മാത്രമേ കണ്ടുള്ളൂ. ഇന്നസെൻറ്റിൻ്റെ അടുത്ത് ഒരിക്കൽ ഞാൻ പറഞ്ഞു, മാവേലി കൊമ്പത്ത് എന്ന് പറഞ്ഞ് കാസറ്റ് ചെയ്യുമ്പോൾ മാവേലിയുടെ ശബ്ദം ആരുടെ ശബ്ദമായിരിക്കണം എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ ആക്ഷേപഹാസ്യത്തിലൂടെ കാര്യങ്ങൾ പറയുമ്പോൾ അതാർക്കും വേദനിക്കാനും പാടില്ല, പക്ഷേ എല്ലാവർക്കും ചിരിക്കാനും കൊള്ളേണ്ട സ്ഥലത്ത് കൊള്ളുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ എന്തുകൊണ്ടും ഇന്നസെൻ്റ് ഏട്ടനാണ് നല്ലത് എന്ന് തോന്നി. അങ്ങനെ ഇന്നസെൻ്റ് ഏട്ടനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഭയങ്കര തിരക്കാണ്, ഹിന്ദി പടത്തിലാണ്. അപ്പോൾ രാവിലെ തന്നെ പുള്ളിക്ക് ബോംബെക്ക് പോകണമെന്ന് പറഞ്ഞ് ടിക്കറ്റ് വരെ എടുത്തു കൊടുത്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഭയങ്കര തിരക്കാന്ന് പറയണം, അങ്ങനെ ഇങ്ങനെയുള്ള ഫംഗ്ഷനൊന്നും വരാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ബോംബെക്ക് തന്നെയല്ലേ നാളെ പോവുക രാവിലെ? ബോംബെക്കോ എവിടേക്കെങ്കിലും ഒരു ടിക്കറ്റ് എടുത്ത് തന്നാൽ മതി, ഞാൻ പൊക്കോളാം. അപ്പോൾ സത്യത്തിൽ നാളെ പണിയൊന്നുമില്ലേ? നാളെയെന്നല്ല, കുറേ കാലമായി ഞാൻ ക്യാമറയും സാധനങ്ങളൊക്കെ കണ്ടിട്ട് ഓരോ സംവിധായകന്മാരെയൊക്കെ കാണുമ്പോഴും സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളെ കാണുമ്പോഴും തൊട്ടുമുത്താനാണ് തോന്നുന്നത്, ഒരു കൊതി. അതാണ് സത്യം. പക്ഷേ ഇതിപ്പോൾ ഇയാൾക്ക് പൊളിക്കേണ്ട യാതൊരു കാര്യമില്ല, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. കാരണം നിങ്ങളെല്ലാവരും നിശബ്ദമായിട്ട് ഇരുന്നപ്പോൾ എനിക്കൊരു മനസ്സമാധാനം കിട്ടി. സാധാരണ പടമില്ലാതാവുമ്പോൾ പറയും ഞാൻ തമിഴ്നാട്ടിൽ തമിഴ് പടത്തിൽ ചെയ്യുകയായിരുന്നു. ഇപ്പം ഞാനും അതൊക്കെ തന്നെ പറയുന്നത്. പക്ഷേ പടമില്ലാതിരിക്കുന്ന സമയത്തും അതിൻ്റെ ഒരുപാട് സുഖങ്ങൾ നമുക്ക് അനുഭവിക്കാം. ഇവിടെ ഇന്നിപ്പോൾ ഈ എന്ത് ഓഡിയോ ആണ് നമ്മുടെ അതിൻ്റെ ഓഡിയോയുടെ പ്രകാശനത്തിനാണ് ഞാൻ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ. അപ്പം അതിനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. എൻ്റെ ശബ്ദം വിറ്റാണ് അങ്ങനെയാണെന്നൊക്കെ നാദൃശ്യം പറഞ്ഞു. ഇദ്ദേഹവും അത് സമ്മതിച്ച കാര്യമാണ്. അതിൽ മുഴുവനും ഞാൻ ചോദിക്കുന്നില്ല കാശ്, പകുതി കാശെങ്കിലും എനിക്ക് തരാം. ഒരു വയസ്സായ ഒരാളുടെ ശാപം മേടിച്ചു വയ്ക്കരുത്, അത് മാത്രമേ എനിക്ക് പറയാം. എന്തായാലും ചെലവായി പോയി. പണ്ടത്തെ അല്ലേ, 10-20 വർഷം മുമ്പുള്ള കാര്യങ്ങളല്ലേ, ചെലവായി പോയി. വേണ്ട. അപ്പോൾ ഇപ്പം ഇവിടുന്ന് വീട്ടിലേക്ക് പോകുന്നതൊക്കെ നടന്നാണോ? കാരണമൊന്നല്ലല്ലോ. അപ്പം എന്തായാലും ഇവിടെ എന്നെ വിളിച്ചു, എൻ്റെ ശബ്ദം കൊണ്ടും എൻ്റെ ഇതുകൊണ്ടും പണമുണ്ടാക്കിയെന്ന് കേൾക്കുമ്പോൾ അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. തീർച്ചയായും ഇന്നസെൻ്റിൻ്റെ അടുത്ത് പണ്ട് ഞാൻ പറഞ്ഞു, ഇന്നസെൻ്റെ ശബ്ദം കൊണ്ടാണ് ഞാനൊരു വീടും ഒരു മാരുതി കാറും വാങ്ങിച്ചത്, നാദൃശ്യം 2-3 വീട് വാങ്ങിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇന്നസേട്ടൻ പറഞ്ഞത്, എൻ്റെ ശബ്ദം വിറ്റ് ഞാനൊരു സൈക്കിള് പോലും വാങ്ങിച്ചില്ലടാ. സത്യമാണ്, ഒരു സൈക്കിൾ പോലും നമ്മൾ വാങ്ങിയില്ല. അത് വേറെ ഒന്നിനുമല്ല, ഇങ്ങനെ ധർമ്മം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ശബ്ദം കൊണ്ടുപോയി തിന്നട്ടെ, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാനിനി ഒന്നും ഞാൻ പറയണില്ല, കാരണം അതിൻ്റെ അപ്പുറത്ത് പറഞ്ഞ് എന്നെ ഇവർ ആകെ മോശമാക്കി കളയും. മാത്രമല്ല എനിക്ക് പെട്ടെന്ന് പോകണം. ഞാൻ അവിടെ ബോംബെ അല്ല, ഡൽഹിയിൽ മോദി പ്രധാനമന്ത്രി, നിങ്ങൾക്കറിയാം, ആളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പക്ഷെ നാളെ സുരേഷ് ഗോപി അങ്ങോട്ട് പോകുന്നുണ്ട്, അതുവരെ അയാൾ നോക്കിക്കോളും. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ നോക്കിക്കോളാം. തീർച്ചയായിട്ടും ഇങ്ങനൊരു സന്ദർഭത്തിൽ ഒരുമിച്ച് കൂടാനും അതുപോലെ തന്നെ ഈ കട്ടപ്പന ഋത്തിക് റോഷൻ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എനിക്ക് സന്ദർഭം കിട്ടിയതിനും വളരെ സന്തോഷമുണ്ട്. ഈ സിനിമ ഒരുപാട് ദിവസം ഓടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അതായത് ഈ ലോഗോ പ്രകാശനത്തിന്റെ സ്വിച്ച് അവിടെയാന്ന് പറഞ്ഞു. ഈ കോമ്പൗണ്ടിൽ അത് ഇവിടെ നിന്ന് പ്രകാശനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു എന്ന് പറയാമെന്ന്
താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. കുറേ ചിരിച്ചു നമ്മളെല്ലാവരും ചേർന്ന്. കുറച്ചധികം കൂടെ സന്തോഷിക്കാനുള്ള അടുത്ത കാര്യത്തിലേക്ക് നമ്മൾക്ക് കടക്കാം. ഞാൻ നേരത്തെ ട്രെയിലറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കട്ടപ്പനയിലെ ഋതിക് റോഷൻ്റെ ഇപ്പോൾ ഏകദേശം 2.5 ലക്ഷം വ്യൂസ് ക്രോസ് ചെയ്തു, 3 ലക്ഷത്തിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ട്രെയിലർ എന്ന് പറഞ്ഞാൽ ഒരു സിനിമയുടെ ഒരു നട്ട്ഷെല്ലാണ്. ഒരു 2-2.5 മണിക്കൂർ വരുന്ന ഒരു സിനിമയുടെ ഒരു നട്ട്ഷെൽ, ഒരു സാരമാണ് ട്രെയിലർ എന്ന് പറയുന്നത്. ഞാൻ ഈ സിനിമ കാണണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഒരു പക്ഷേ ഒരു ട്രെയിലറിന് സാധിച്ചേക്കാം. അത്രയ്ക്ക് പവർഫുള്ളാണ് ഈ ട്രെയിലർ. സോ ഇനി നമ്മളെല്ലാവരും വിറ്റ്നസ് ചെയ്യാൻ പോകുന്നത് കട്ടപ്പനയിലെ ഋതിക് റോഷൻ്റെ ഔപചാരികമായിട്ടുള്ള ട്രെയിലർ പ്രദർശനമാണ്. സോ അത് ഇവിടെ നടക്കാൻ പോകുന്നു. ആക്ടിംഗ് ഇസ് എ ഡ്രീം, ഹർ ഇൻസാൻ ആക്ടർ ബനना चाहता है पर बनता कोई कोई है. ബാക്കി ഓൺ സ്ക്രീൻ. एक्टिंग इज अ ड्रीम, हर इंसान एक्टर बनना चाहता है पर बनता कोई कोई है. പ്രിയമുള്ളവരെ, കേരളത്തിലെ പ്രമുഖ സിനിമാ ടാക്കീസുകളിൽ ഉടൻ പ്രദർശനം ആരംഭിക്കുന്നു കട്ടപ്പനയിലെ ഋതിക് റോഷൻ. കട്ടപ്പനയിലെ ഋതിക് റോഷൻ നീ തന്നെയാണവേ? നീ പൊരിക്കടാ മച്ചാനെ തപ്പടിക്കിട തകിലടിക്കിട നീ ഒരു റസാത്തെ ആശപ്പെട്ടൊരു ശോകമെത്തിയടേ. സാറിന്റെ അടുത്ത പടത്തിലൊരു വേഷം തന്നെ പൊരിക്കും ഞാൻ. അവൻ ഫോട്ടോ ജനിക്കാണ്. എന്താണ് ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ജനിച്ചവരെ അഭിനയിക്കാറുണ്ടാ. വല്ല റബ്ബർ വെട്ടാൻ പോകണ്ടവനൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ നടക്കും. ഈ ചെറുക്കനൊക്കെ എന്തോരം കുത്തിവെച്ചാലും ഒടുക്കത്തെ ഗ്ലാമറാ നീ. ഇനി അവൻ ഏതെങ്കിലും സുന്ദരിയായ പെണ്ണിനെ പ്രേമിച്ച് കല്യാണം കഴിക്കണമെന്നാ പറയുന്നത്. അഴകേ അഴകേ നനു നനവീഴും മഴയേ. ഒരുപാട് സൗന്ദര്യമുള്ള പെൺപിള്ളേർക്കൊന്നും ബുദ്ധി ഉണ്ടാവൂല. ഓലമടലോ അത് മയിൽപ്പീലിയാ. ചിലപ്പോ ഞാനും ഈ ആന്റണി പെരുമ്പാവൂർ സാറിന്റെ ഒക്കെ ലെവലിലേക്ക് വന്നാലാ. ഗാന്ധിജി ജയിലിൽ കിടന്നതേ ബ്രിട്ടീഷുകാരുടെ ബാത്റൂമിൽ ഒളിക്യാമറ വെച്ചേനല്ല. എന്നെ ഗ്ലാമറുടെ പുള്ളിക്ക് അതൊക്കെ ഫോട്ടോഷോപ്പിൽ ചെയ്തേക്കണേ. മോഹൻ, നിങ്ങൾ നടനാവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും. അത് ഞങ്ങൾ മാത്രം ആഗ്രഹിച്ചാ പോരാ, നിങ്ങളും കൂടെ വിചാരിക്കണം. എന്റെ മണിച്ചേട്ടാ, ധൻചേട്ടാ, രജനി ചേട്ടായി, നിങ്ങളെയൊക്കെ കണ്ടിട്ടാ ഞാൻ ഇറങ്ങിയേക്കണേ. കാത്തോളണേ. പടക്കം പൊട്ടുന്ന പോലെ ഒരു കൈയുടെ കൂടെ ഈ സൂപ്പർ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്ലീസ്. എത്രയോ പേരുടെ എത്രയോ നാളത്തെ എഫേർട്ടാണ് 11-ാം തീയതി സിൽവർ സ്ക്രീൻ ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നാദർഷിക ആൻഡ് ദി എൻറ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂ, ഓൾ ദി ബെസ്റ്റ് വിഷസ്. സൂപ്പർ ആവട്ടെ, ബമ്പർ ഹിറ്റ് ആവട്ടെ. എന്തായാലും ട്രെയിലർ മാത്രമേ കണ്ടിട്ടുള്ളൂ, പിക്ചർ അബി ബാക്കി ഹേ. ബാക്കി കാര്യത്തിലേക്ക് കടക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അടുത്തത് നമ്മൾ എന്തിനാണോ ഇവിടെ വന്ന് ചേർന്നിരിക്കുന്നത്, ആ ചടങ്ങാണ് വേദിയിൽ നടക്കാൻ പോകുന്നത്. കട്ടപ്പനയിലെ ഋതിക് റോഷൻ്റെ ഔപചാരികമായിട്ടുള്ള ഓഡിയോ റിലീസ് ചടങ്ങ്. 3 ഗംഭീരമായ ഗാനങ്ങളാണ് ഉള്ളത്. ഈ ഗാനങ്ങൾ നമ്മൾക്ക് വേണ്ടി അണിയിച്ചൊരുക്കിയിരിക്കുന്നു. ഇതിൻ്റെ ഡയറക്ടർ കൂടിയായ, മ്യൂസിക് ഡയറക്ടർ കൂടിയായ നമ്മുടെ പ്രിയപ്പെട്ട നാദർഷികയാണ്. സോ അദ്ദേഹം ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ അദ്ദേഹം ഏറ്റെടുത്ത് നടത്താൻ പോകുന്നു. ഓൺ സ്റ്റേജ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വി ആർ ഗോണ വിറ്റ്നസ് ദി ഒഫീഷ്യൽ ഓഡിയോ ലോഞ്ച് സെറമണി ഓഫ് കട്ടപ്പനയിലെ ഋതിക് റോഷൻ. താങ്ക് യു. ഈ ചടങ്ങിലേക്ക് ഞാൻ ഡോക്ടർ സക്കറി തോമസ്, ദിലീപ്, സജി മിലീനിയ, റിമി ടോമി, പ്രയാഗ, ലിജോ മോൾ, ആശ അരവിന്ദ്, സലിം കുമാർ, ധർമ്മജൻ, ജാഫർ, ജോർജ്, ഈ സിനിമയിൽ അഭിനയിച്ച മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് എനിക്ക് ഇവിടെ നിന്നിട്ട് നോക്കിയിട്ട് കാണില്ല. ശ്യാംദാദ് ക്യാമറ, സിദ്ദിഖ, ഇക്ക
നമ്മുടെ ആക്ടേഴ്സ് സിനിമയിൽ വേറെ ആരെങ്കിലും? ഇനി അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന ചിത്രം, അതിൻ്റെ സ്ക്രിപ്റ്റ് ആയിരുന്നു ആ ചിത്രത്തിൻ്റെ ബലം. അങ്ങനെ അത്രയും മനോഹരമായൊരു സ്ക്രിപ്റ്റിലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സിനിമ ഉണ്ടാകില്ലായിരുന്നു. ഒരു പുതിയ 2 എഴുത്തുകാരാണ്, പുതിയ 2 എഴുത്തുകാരാണ് അതിന് ആ ചിത്രം ഇത്ര മനോഹരമാക്കാൻ അത് സാധിച്ചത്. ബിബിൻ ജോർജ് ആൻഡ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ വേദിയിലേക്ക് സ്വാഗതം. അവർ തന്നെയാണ് ഈ ചിത്രത്തിൻ്റെയും റൈറ്റേഴ്സ്. പിന്നെ ഓഡിയോ റിലീസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ മിമിക്രി തറവാട്ടിലെ ഞങ്ങളെല്ലാവരും ആരെപ്പോലെ ആകണം എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ സിനിമ സംവിധാന കലയിലും മറ്റ് സിനിമാ മേഖലയും ഞങ്ങൾ ആദ്യം പറയുന്ന വാക്കാണ് സിദ്ദിഖ് ലാൽ. ഈ 2 പേര്, ഞാൻ ലാലേട്ടനും സിദ്ദിഖാനും. ഇനി പണ്ട് മിമിക്രി കളിച്ച് നടന്നപ്പോൾ ഇതെല്ലാം വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് ഞങ്ങളെയൊക്കെ പുറത്ത് അറിയപ്പെടുന്ന താരങ്ങളാക്കി മാറ്റിയ ഒരു സംവിധായകനുണ്ട്, ശ്രീ ലാൽ ജോസ്. ഞങ്ങളുടെ മിമിക്രി കാസറ്റ് സംവിധാനം ചെയ്ത്, എനിക്ക് തോന്നുന്നു എൻ്റെ പാരഡിയാണ് ലാലു ആദ്യമായിട്ട് വിഷ്വൽ ചെയ്തതാണ് എന്നാണ് എനിക്ക് വിശ്വാസം, അല്ലേ? ലാൽ ജോസ് ആദ്യമായിട്ട് വിഷ്വൽ ചെയ്യുന്നത് ഞാൻ എഴുതിയ പാരഡിയാണെന്നുള്ളൊരു അഭിമാനമുണ്ട്. അതിൽ നായകൻ ദിലീപ് തന്നെയായിരുന്നു. ഏതായാലും ഇന്നത്തെ ഈ ഓഡിയോ പ്രകാശന ചടങ്ങും ലാലു സിദ്ദിഖ് ലാൽ ടീമിന് നൽകിക്കൊണ്ട് നിർവഹിക്കാനായിട്ട് ഞാൻ സദയം ക്ഷണിച്ചോളൂ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സായം സന്ധ്യയിൽ നമ്മളേവരും കാത്തിരുന്ന ആ നിമിഷത്തിലേക്ക് കടക്കുകയാണ്. എന്തിനാണോ നമ്മളിവിടെ ഒത്തുചേർന്നത്, ആ ചടങ്ങ് വേദിയിൽ നിങ്ങളെ എല്ലാവരെയും അനുവാദത്തോടെ നടക്കുകയാണ്. കട്ടപ്പനയിലെ ഋതിക് റോഷനിലെ ഗംഭീരമായ ഗാനങ്ങൾ ഇനി മലയാളക്കര ഏറ്റുപാടാൻ പോകുന്നു. This is the official audio launch of the superb songs in the movie Kattapanale Hrithik Roshan. രണ്ട് വാക്ക് സംസാരിക്കാം. ചില ചടങ്ങുകൾക്ക് വരുമ്പോൾ അവിടുത്തെ ഒരു പോസിറ്റീവ് എനർജി കാണുമ്പോൾ തന്നെ അറിയാം ഇത് വലിയ വിജയമായിരിക്കുമെന്ന്. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. ഇതൊരു 100ാം ദിവസം ഫംഗ്ഷന് പങ്കെടുക്കുന്ന ഒരു ഫീല് നമുക്കിപ്പോഴേ വന്നു കഴിഞ്ഞു. നാദിർഷക്കും ദിലീപിനും വിഷ്ണുവിനും ബിബിനും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇതൊരു വലിയ ഹിറ്റായി മാറട്ടെ. ലാലിൻ്റെ ഈ ഗണഗംഭീരമായ ശബ്ദത്തിന് ശേഷം എൻ്റെ ഈ ശബ്ദം പറയണ്ട എന്ന് വെച്ചിട്ട് ഞാൻ മാറി നിൽക്കുകയായിരുന്നു. ഞാനിപ്പോൾ നാദിർഷയുടെ 2ാമത്തെ ഓഡിയോ ലോഞ്ചിനാണ് വരുന്നത്, അല്ലേ? അന്ന് ഞാൻ പറഞ്ഞിരുന്നു നാദിർഷയുടെ ഒരു തുടക്കം ഗംഭീരമാവും. കാരണം ഈ 2 ചെറുപ്പക്കാരിൽ എനിക്ക് അത്രയും വിശ്വാസമുണ്ട്. ബിബിനും നമ്മുടെ വിഷ്ണുവും. അവരുടെ തന്നെ അടുത്ത സിനിമയുമായിട്ട് നാദിർഷ വരുന്നു. ഒപ്പം നാദിർഷയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ദിലീപും ഉണ്ട്. അന്ന് ഞാൻ ചോദിച്ചു, പുട്ടുകച്ചവടത്തിന് മാത്രമേ നാദിർഷയെ കൂട്ടുകയുള്ളൂ എന്ന് ചോദിച്ചു. പക്ഷേ അടുത്ത സിനിമയിൽ കൂട്ടുന്നു എന്ന് പറഞ്ഞു. അത് സത്യമായിരിക്കുന്നു. എന്തായാലും ഈ ചിത്രത്തിന് ഒരു വൻ വിജയം ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദിലീപിന്, നാദിർഷയ്ക്ക്, വിഷ്ണുവിന്, ബിബിന്, ഇതിൻ്റെ നിർമ്മാതാവായ എൻ്റെ സുഹൃത്താണ് ഡോക്ടർ സക്കറിയ, എൻ്റെ അടുത്ത സുഹൃത്താണ് US. അതുപോലെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന സിദ്ദിഖ് മുതൽ സലീം കുമാർ, പ്രയാഗ എൻ്റെ ഹീറോയിനാണ് പുതിയ പടത്തിലെ. അങ്ങനെ എല്ലാവർക്കും സലീം കുമാർ ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് മൊട്ടയടിച്ചതല്ലേ? അല്ല, ഓക്കെ.
എന്തായാലും ഈ സിനിമ ഒരു വൻ വിജയമായി തീരും, അങ്ങനെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. വലിയ സന്തോഷം ഇന്നിവിടെ വന്നു നിൽക്കാൻ. ഒരുപാട് ഓർമ്മകൾ ഉണ്ട് പറയാൻ തുടങ്ങിയ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു 10-25 വർഷം മുമ്പ് ആദ്യമായിട്ട് മിമിക്രിക്കാരെ ജീവനോടെ കാണുന്നത് ദിലീപിൻ്റെ കൂടെ എറണാകുളത്തേക്ക്, ഈ നഗരത്തിലേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുവരുന്നത് ദിലീപാണ്. കമൽ സാറിൻ്റെ കൂടെ അസിസ്റ്റൻസായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന കാലത്ത് അന്ന് മിമിക്സ് ഡ്രാമ എന്ന് പറയുന്ന മിമിക്രി വീഡിയോ ഞങ്ങൾ ഒരുമിച്ചാണ് ഷൂട്ട് ചെയ്തത്. അതിലും അനുകരണം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പേര് സംവിധാനം ദിലീപ് ലാൽ എന്നായിരുന്നു. അന്ന് ദിലീപ് ലാൽ എന്നുള്ള പേരിലായിരുന്നു ആ മിമിക്സ് ഡ്രാമ ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആ സിദ്ദിഖ് ലാലിനെ അടിച്ചു മാറ്റിയാണ്, പേര് വരെ അനുകരണമായിരുന്നു. അന്ന് ദീദി എന്ന് തുടങ്ങുന്ന ഒരു സുപ്രസിദ്ധമായിട്ടുള്ളൊരു ഗാനം ഉണ്ടായിരുന്നു. ആ ഗാനത്തിന് നാദിർ ഷാ എഴുതിയ പാരഡി ആണ് ഞാൻ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു പാട്ട്. അത് ഐശ്വര്യമുള്ള തുടക്കമായിരുന്നു. പിന്നീട് എൻ്റെ സിനിമയിലെ പാട്ടുകൾ നല്ലതാണെന്ന് ആൾക്കാർ പറയുമ്പോൾ എപ്പോഴും ഞാൻ ആ ദിവസം ഓർക്കും. ആ പാട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ നാദിർ ഷായും ഞാനും തമ്മിൽ ഒരു ചെറിയ വഴക്കുണ്ടായി ഇവിടെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് വെച്ച്. അതെ, മഹാരാജ് കോളേജിൻ്റെ മുമ്പിൽ വെച്ച് കണ്ണ് തുറക്കാണ്ട് റിഫ്ലക്ടർ കാരണം കണ്ണ് തുറക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും നീ നടനാവുമ്പോൾ അപ്പം നിനക്ക് ശരിക്കുള്ള സംവിധായകരുടെ ഒന്ന് കിട്ടിക്കോളും എന്ന് പറഞ്ഞതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞു. ഓരോരുത്തരുടെ ജീവിതത്തിലും കാലം വരുത്തിയ വലിയ മാറ്റം ഞാൻ അത്ഭുതത്തോടു കൂടിയിട്ട് ഓർക്കുമായിരുന്നു. ഏതായാലും ഇപ്പോൾ നാദ് ഗ്രൂപ്പ് നിർമ്മാണ രംഗത്തേക്കും വരികയാണ്. ഏറ്റവും വലിയ സന്തോഷം, പുതിയ ആളുകൾ ഒരുപാട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പുതിയ ഒരു നടനെ നമുക്ക് കിട്ടുകയാണ്, വിഷ്ണു. വലിയ വിജയമാവട്ടെ. ഇഷ്ടമുള്ള എല്ലാ കഥയും ഇഷ്ടമുള്ള കഥാപാത്രങ്ങളെക്കുറിച്ചൊക്കെ എല്ലാ സംവിധായകർക്കും എഴുത്തുകാർക്കും ആലോചിക്കാൻ പറ്റുന്നൊരു സമയമാണ്. ഏത് കഥാപാത്രം ആലോചിച്ചാലും അതിന് ചേരുന്ന ആളുകൾ ഇപ്പോൾ മലയാള സിനിമയിലുണ്ട്. നായക ദാരിദ്ര്യമില്ല. ആ നിരയിലേക്ക് വിഷ്ണുവിനോടൊപ്പം ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാ ആളുകളും ഒന്നാം നിരയിലേക്ക് തന്നെ എത്തട്ടെ. പിന്നെ വലിയൊരു സന്തോഷം, സലിം കുമാറിനെ ഫുൾ ദമ്മിൽ ഈ സിനിമയിൽ കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏറ്റവും വലിയ സന്തോഷം എൻ്റെ കാത്തിരിപ്പ് ഈ സിനിമയിൽ സലിമിൻ്റെ വേഷം കാണാനാണ്. സലിം ആ ട്രെയിലറിൻ്റെ അവസാനം തന്നെ തൻ്റെ വരവ് അറിയിച്ചിട്ടുണ്ട്. കട്ടപ്പനയിലെ ഋത്തിക് റോഷനും ഇതിലെ എല്ലാ സാങ്കേതിക വിദഗ്ധർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. ഈ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന് പറയുന്ന സിനിമയിൽ ഞാനും അഭിനയിച്ചിട്ടുണ്ട്. നാദിർ ഷായുടെ ആദ്യ സംരംഭമായ അമർ അക്ബർ അന്തോണിയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഈ ദിലീപിനെ പോലെ തന്നെ, ദിലീപിനോട് അടുപ്പമുള്ളതുപോലെ തന്നെയാണ് നാദിർ ഷാ അടുത്തും. അത്രയും വർഷമായിട്ടുള്ള വളരെ അടുത്ത സുഹൃത്ബന്ധമുണ്ട് നാദിർ ഷായിട്ട്. ഈ സിനിമയ്ക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ചെയ്യുന്ന ഒരുപാട് സ്റ്റേജ് ഷോയ്ക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മ അസോസിയേഷൻ്റെ ഒരുപാട് സ്കിറ്റുകൾക്കും എല്ലാം പുറകിൽ നാദിർ ഷാ വളരെ കാലമായിട്ട് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആദ്യ സംവിധാന സംരംഭം തന്നെ അമർ അക്ബർ അന്തോണി തന്നെ വളരെ ഒരു സൂപ്പർ ഹിറ്റായി മാറി. അടുത്ത സംരംഭമാണ് ഈ കട്ടപ്പനയിലെ ഋതിക് റോഷൻ. അപ്പോൾ അതിൽ ഞാനും സലീം കുമാറും അങ്ങനെ വളരെ കുറച്ച് പേരാണ് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുള്ളത്. ബാക്കിയെല്ലാം പുതിയ പുതിയ കുട്ടികളാണ്. വിഷ്ണു ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററുമാണ്. അപ്പോൾ പുതിയ ആളുകളാണല്ലോ, പുതിയ കുട്ടികളാണ് ഇപ്പോൾ കൂടുതൽ നല്ല നല്ല സിനിമകൾ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ ഒരു സിനിമയോടുള്ള ഒരു അപ്രോച്ചും അവരുടെ ഒരു തോട്ടൊക്കെ തന്നെ വളരെ ഡിഫറെൻ്റാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമ തന്നെയാണ്. ഇതിൽ ഹ്യൂമറൊക്കെ വളരെ രസകരമായ രീതിയിൽ ഈ സിനിമ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ട്രെയിലർ കണ്ട് ത്രില്ഡായ പോലെ തന്നെ ആയിരിക്കും ഈ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാലും. ഇതൊരു വൻ വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും സന്തോഷകരമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം ഈ പടത്തിലുണ്ടാവണം. ഇതൊരു വൻ വിജയമാകാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. നന്ദി, നമസ്കാരം. എനിക്ക് ഇത് തീരെ പരിചയമില്ലാത്ത പരിപാടിയാണ്. കാരണം ഞാൻ 275 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഓഡിയോ ലോഞ്ചിങ്ങിന് വരുന്നത്. അപ്പോൾ എന്താണ് പറയേണ്ടത് ഒന്നും എനിക്കറിയില്ല. അപ്പം നാദിർ ഷാ എൻ്റെ സുഹൃത്താണ്, ദിലീപൻ്റെ സുഹൃത്താണ്. അപ്പോൾ അവർ ഡോക്ടർ സക്രിയ അദ്ദേഹം ഒരു സിനിമ
കട്ടപ്പനയിൽ ഋത്തിക് റോഷൻ എന്ന സിനിമ പിടിച്ചപ്പോൾ അതിൽ ഒരു 5 വർഷം മുമ്പ് വരെ ഞാൻ ചെയ്ത് നിർത്തി എന്ന് പറയാൻ പറ്റില്ല, എന്നിൽ നിന്ന് തെന്നിപ്പോയ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറെ വീണ്ടും അവതരിപ്പിക്കാനായിട്ട് കിട്ടി. ഇതിൻ്റെ സംവിധായകരോടും തിരക്കഥാകൃത്തുക്കളോടും നിർമ്മാതാക്കളോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല അതിലുപരിയായിട്ട് ഈ പടം ഹിറ്റാകണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം ഞാനും നാദിർഷയുടെ ഉമ്മയും കൂടിയാണ് ഈ ആദ്യ പടമായ അമർ അക്ബർ ആൻ്റണിയുടെ സ്വിച്ച് ഓൺ ഉമ്മയും ഞാൻ ക്ലാപ്പുമായിരുന്നു. അപ്പോൾ നാദിർഷ പറഞ്ഞു ആ പടം ഹിറ്റായപ്പോൾ ഈ പടം ഹിറ്റാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ അത് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പയ്യന്നൂരുള്ള എൻ്റെ സിനിമ നിർത്തിവെച്ചിട്ട് ഞാൻ ചിങ്ങം 1-ാം തീയതി ഇവിടെ വന്ന് ക്ലാപ്പ് അടിച്ച് തിരിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഈ പടമൊന്നുമില്ലെങ്കിൽ ഇതൊരു പരിപാടിയാക്കി മാറ്റാം എന്നുള്ള ധാരണയൊക്കെ എനിക്കുണ്ട്. അപ്പോൾ ഈ പടം തീർച്ചയായിട്ടും ഹിറ്റാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹിറ്റാവും. ഞാൻ പറഞ്ഞേക്ക് പ്രസംഗിച്ച് ഈ വേദിയിൽ പ്രസംഗിച്ച് വലിയ പരിചയമില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ നിർത്തുന്നു. ഞങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്തും സഹോദര സ്ഥാനത്തുള്ള ബെന്നി പി നാരമ്പലം ഒരു 2 വാക്ക് സംസാരിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഈ വേദിയിലിരിക്കുന്ന ആരുടെ പേര് ആദ്യം എടുത്ത് പറയും എന്നുള്ള കൺഫ്യൂഷനാണ്. കാരണം അത്രക്കടുത്ത സുഹൃത്തുക്കളാണ് ഈ വേദിയിൽ നിൽക്കുന്നവർ പലരും. ഈ പുതിയ എഴുത്തുകാരെ ഞാൻ ഇതിനു മുമ്പ് തന്നെ പരിചയപ്പെട്ടിട്ടുണ്ട്. വളരെ നല്ല വർക്ക് ആദ്യത്തെ സിനിമയിലൂടെ തന്നെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച എഴുത്തുകാരാണ്. അവരുടെ ഇനിയും നല്ല സൃഷ്ടികൾ വരാനിരിക്കുന്നേ ഉള്ളൂ. ഈ ചിത്രത്തിനും ഒരു 100-ാം ദിവസം നമുക്ക് ഒരുമിച്ച് കൂടാം എന്ന് പറഞ്ഞ് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. റിമി വന്നിട്ട് 2 വാക്ക് പറയാണ്ട് പോയി വരിക. എന്തായാലും ഈ പടത്തിൽ പാടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. കാരണം ഇക്കയും ദിലീപേട്ടനും ലാൽജോ സാറും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ സഹിക്കേണ്ടി വന്നത്. എന്തായാലും ഈ പടത്തിൽ പാടുമ്പോൾ നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ കാണപ്പെട്ട ദൈവമായിട്ട് ഞാൻ ആദർശിക്കെ കാണുന്നു, ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്നു. പക്ഷേ അച്ഛൻ്റെ സ്ഥാനത്ത് കാണാൻ ഇക്കയ്ക്ക് താല്പര്യമില്ല. ഇക്ക് ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് അതുകൊണ്ട് ഞാൻ പറയുന്നുള്ളൂ. ഇതിൽ പാടിയേക്കുന്നവരിൽ ഇപ്പം ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി അതാണ് പറയണത്, ഈ ഓഡിയോ ലോഞ്ചിന് വരുന്ന പാട്ടുകാരെ ഇനി അടുത്ത പടത്തിന് വിളിച്ചാൽ മതി. ശങ്കർ സാറിന് വരാൻ പറ്റില്ല, പിന്നെ ആർക്കൊക്കെയോ വരാൻ പറ്റില്ല, എല്ലാവരും പല പല സ്ഥലങ്ങളിലായിപ്പോയി. എന്തായാലും ഈ പാട്ട് പക്ഷേ ട്രെയിലറിൽ എൻ്റെ പാട്ട് ഇട്ടിട്ടില്ല. സാറല്ല, ഇനി അടുത്തൊരു ട്രെയിലർ ഇറക്കുമ്പോൾ ഇട്ടാലും മതി. ബാക്കി നജീമും ശങ്കർ സാറും എല്ലാവരും പാടിയ പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റാണ്. വേറെ ഒന്നുമില്ല, ബാക്കി ഒത്തിരി പേര് സംസാരിക്കാനുണ്ട്. എന്താണ് ഒരു പടപടയെന്ന് കൈയൊക്കെ അടിച്ച് സന്തോഷമായിട്ടിരുന്നത്. നമുക്ക് ഇനിയും ഒരുപാട് പേര് സംസാരിക്കേണ്ട, പക്ഷേ ഇനി പാട്ട് ഓഡിയോ ലോഞ്ചിന് ശേഷം ബാക്കി പ്രയാഗ, ജാഫർ എല്ലാവരും ഒരേ വാക്ക് സംസാരിക്കുന്നതിന് ശേഷം കേട്ടോ. ഈ പാട്ടുകൾ പാടിയിരിക്കുന്നത് ഇപ്പോൾ റിമി പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം അവർ മെൻഷൻ ചെയ്യുന്നത്. പാട്ട് എഴുതിയിരിക്കുന്നത് ഇതിൽ 3 പാട്ടുണ്ട്. അതിൽ സന്തോഷ് വർമ്മയും ഹരിനാരായണനുമാണ് പാട്ടുകൾ എഴുതിയിരിക്കുന്നത്. റിമി ടോമിയും വൈക്കം വിജയലക്ഷ്മി, നജീം അർഷാദ്, വിജയ് പ്രകാശ് ഇവരാണ് ഈ ഗാനങ്ങൾ പാടിയിട്ടുള്ളത്. ആദ്യം ഇവിടെ പ്ലേ ചെയ്യാൻ പോകുന്നത് റിമി ടോമിയും വൈക്കം വിജയലക്ഷ്മിയും ചേർന്ന് ആലപിച്ച ഗാനമാണ്. ആ ഗാനം നമുക്ക് ആദ്യം കാണാം. പുഞ്ചിരിച്ച് പുത്തനൊളി പരത്തി അഞ്ജനവും കസ്തൂരിയും തിരുത്തി ചമയിച്ചു നല്ല ചന്തം വരുത്തി വെള്ളയും കരിമ്പടവും വിരുത്തി പെണ്ണവളെ മങ്കമാർ കൊണ്ടിരുത്തി വന്ന ജനമെല്ലാരും ചൊല്ലുന്നു മണ്ണിൽ ഇങ്ങനെ ചേലുള്ള മറ്റൊരുത്തി വന്നല്ലോ കണ്ടില്ലേ കണ്ടില്ലേ കർപ്പൂരപ്പന്തലിലെ ചെമ്പകപ്പൂ കുമ്പിടും പെണ്ണൊരുത്തി വന്നല്ലോ കർപ്പൂരപ്പന്തലിലെ
ഒഴിച്ചു പുത്തനൊളി വരുത്തി അഴകേ അഴകേ നനു നനവീഴും മഴയേ ഇനി എൻ മിഴികൾ ഒരു നിഴലാനിൻ വഴിയേ അഴകേ അഴകേ ഒരു മഴവില്ലിൻ കതിരേ കനവിൻ പുഴയിൽ ഒഴുകുകയാണൻ മനമേ. അടുത്ത ഗാനം ശങ്കർ മഹാദേവൻ സാർ പാടിയ ഗാനമാണ്. ശങ്കർ മഹാദേവൻ സാർ പാടിയ ഈ ഗാനം എഴുതിയിരിക്കുന്നത് സന്തോഷ് വർമ്മയാണ്. മിന്നിക്കും കാലം വന്നാൽ നീലാകാശത്തെ മായാ നക്ഷത്ര കാവിൽ മിന്നാമെട സഹോ നീ പോരിക്കടാ മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടിറസാത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ നടൻ പതിത പങ്കുതി കൊണ്ടാട്ടമാണിന്നട മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടിറസാത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ. താങ്ക് യു. ഇനി വിഷ്ണുവിനെ വിപിനെ ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നായകൻ വിഷ്ണു, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൽ എല്ലാവർക്കും നമസ്കാരം. ഈ പടം കയറുമെന്നതിൻ്റെ ഒരു കഥപ്പുണ്ട്. ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഇത് എഴുതി കഴിഞ്ഞപ്പോൾ നാദൃഷ്ക എന്നോട് പേഴ്സണലായിട്ട് വിളിച്ച് ചോദിച്ചു, എടാ വിഷ്ണുവിനെ നായകനാക്കണോണ്ട് നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, ഇക്ക എന്താണ് ഈ പറയുന്നത്? കാരണം ഞാൻ 6ാം ക്ലാസ് മുതൽ അവനെ കാണാൻ തുടങ്ങിയതാണ്. അവന് എന്തുമാത്രം കഴിവുണ്ടെന്നും അവൻ്റെ കാലിബറൊക്കെ നന്നായിട്ട് തിരിച്ചറിഞ്ഞ ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇക്ക അവൻ നായകനാവലെ ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്ക് തന്നെയാണ്, അതവനും അറിയാം. അപ്പോൾ ഞാൻ ഇക്കനോട് പറഞ്ഞു, ഇക്കയും ഹാപ്പിയായി. ഞങ്ങളെല്ലാവരും സിനിമ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 2 സുന്ദരികളായ നായികമാരായിട്ട് ലൊക്കേഷനിൽ ആടിപ്പാടുന്ന കണ്ടപ്പോൾ എവിടെയോ ഒരു ഇടനെഞ്ചിൽ വിഷമമുണ്ടായി. എങ്കിലും എൻ്റെ കൂട്ടുകാരന് എന്താ പറയുന്നത്, അത്രയും സന്തോഷമുണ്ട്. ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ്. താങ്ക് യു. നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. അമർ അക്ബർ അന്തോണി സിനിമ നന്നായി വന്നതിന് ശേഷം നാദൃഷയ്ക്ക് വലിയ സൂപ്പർ സ്റ്റാർ സിൻഡേഴ്സിന് ഒക്കെ വരെ ഡേറ്റ് കിട്ടാനുള്ള സ്പേസ് ഉണ്ടായിട്ടും ഞങ്ങളുടെ സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ ബാക്കി എല്ലാ ഓഫറുകളും മാറ്റിവെച്ചിട്ട് ഞാൻ ഈ സിനിമയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഒരു മൊമെൻറ്റ് മറക്കാൻ പറ്റില്ല. പിന്നെ ബിബിനും ഞാനും തമ്മിലുള്ള ബന്ധം അതിപ്പോൾ ഇവൻ ഈ പറഞ്ഞ പോലെ എടുത്ത് പറയേണ്ട കാര്യമില്ല. ഞങ്ങളുടെ സൗഹൃദത്തിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും പടം തുടങ്ങിക്കഴിഞ്ഞ് ഈ പറഞ്ഞ പാട്ടൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇവൻ നൈസായിട്ട് നാദൃഷയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ആലപ്പുഴയിൽ അമീർ ഖാൻ എന്ന് പറഞ്ഞ ഒരെണ്ണം എന്നെ വെച്ചിട്ട് നോക്കിയാലോ എന്ന്. പക്ഷെ എന്തായാലും അതിൻ്റെ ആവശ്യമില്ല. വേറെ മെയിൻ റോളിൽ അവന് വേറൊരു പടമൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ വഴിയെ നിങ്ങളറിയും. എന്തായാലും സന്തോഷം, ഒരുപാട് നന്ദി. ഇങ്ങനൊരു പടം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ നാദൃഷിക്കയുടെ ആ വാക്കിൻ്റെ പുറത്ത് രണ്ടും കൽപ്പിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇറങ്ങിയ ദിലീപേട്ടനും ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളുടെ ഡോക്ടർ സക്കറിയ തോമസ് അമറിൻ്റെ അതേ പ്രൊഡ്യൂസറാണ് അദ്ദേഹവും ഇതിന് മുന്നിട്ടിറങ്ങിയതിൽ ഒരുപാട് സന്തോഷം.
ഇതൊന്നും നന്ദി പറയേണ്ട കാര്യങ്ങളല്ല. എന്നാലും ഈ സിനിമ നന്നായി വരണമെന്ന് എല്ലാവരെയും പോലെ ഞങ്ങളും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവണം. താങ്ക് യു. പ്രയാഗ ലിജോമോൾ 2 ഹീറോയിൻസ്. പിന്നെ അതോടൊപ്പം തന്നെ ജാഫർ, ധർമ്മജൻ വളരെ പ്രധാനപ്പെട്ട ഒരു വേഷമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട വിശിഷ്ട ഗുരുസ്ഥാനത്തുള്ള എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ടീമിൻ്റെ എല്ലാമായ ഈ പ്രോജക്റ്റിൻ്റെ ബാക്ക് ബോൺ തന്നെയായ ദിലീപേട്ടന് ഏറ്റവും ആദ്യം തന്നെ നന്ദി അർപ്പിക്കുന്നു. മാത്രമല്ല എനിക്ക് ഇങ്ങനൊരു അവസരം തന്ന്, അല്ലെങ്കിൽ ആൻമരിയ എന്ന് പറഞ്ഞ കഥാപാത്രം എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഇക്കയ്ക്ക്, ഞങ്ങളുടെ ടീമിൻ്റെ എല്ലാമായ ഇക്കയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. തീർച്ചയായിട്ടും ഒരു തുടക്കക്കാരി എന്ന നിലയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവസരം തന്നെയാണിത്. നന്ദി പറയാനേ ഉള്ളൂ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ. വിഷ്ണുവേട്ടൻ, ബിബിനേട്ടൻ, സ്വന്തം ചേട്ടന്മാരെ പോലെ ഗൈഡൻസ് തന്നും ഹെൽപ്പ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തും നിന്നവരാണ് അവർ 2 പേരും. അവരോട് ഒത്തിരി അധികം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ശ്യാമേട്ടൻ, റോഷൻ അങ്കിൾ, ധർമ്മേട്ടൻ, എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും എപ്പോഴും ഞങ്ങളുടെ ടീമിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത് നാദർഷിക്കോടും വിഷ്ണു ചേട്ടനോടും ബിബിൻ ചേട്ടനോടുമാണ്. ഇങ്ങനെയൊരു റോള് ഈ സിനിമയിൽ ചെയ്യാനായിട്ട് എനിക്ക് അവസരം തന്നതിന്. പിന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് ധർമ്മജൻ ചേട്ടൻ, പിന്നെ സീമ ചേച്ചി. ഇവർ 2 പേരുമാണ് ഈ ടീമിൻ്റെ കൂടെ എന്നെ കംഫർട്ടബിൾ ആക്കാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുള്ളത്. അതിന് ഇവരോട് 2 പേരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ പറയാൻ, ഇത് സൂപ്പർ താരങ്ങളെ വെച്ചിട്ട് ചെയ്തൊരു സിനിമയല്ല, ഒരു കൊച്ചു പടമാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വേണം. നന്ദി. നമസ്കാരം. ഇവിടെ കൂടിയ ജനാവലിക്ക്, സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നമസ്കാരം. ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഫെയർ ആൻഡ് ലവ്ലിയൊക്കെ ഇട്ട് അതിൻ്റെ പുറത്ത് പൗഡറൊക്കെ ഇട്ടാണ് വന്നത്. ഇവിടെയുള്ള ആൾക്കാരെ കണ്ടപ്പോൾ വേർതൊലിച്ചതൊക്കെ പോയി. വളരെ സന്തോഷം. ഇത്രയും വലിയ ആളുകൾ കൂടുന്ന സദസ്സിൽ ആദ്യമായിട്ടാണ് ഒരു വാക്ക് പറയാൻ കിട്ടുന്നത്. ഞാൻ മെമിക്രി കളിച്ചുകൊണ്ടിരുന്ന കാലത്ത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ദിലീപേട്ടനും നാദർഷിക്കയൊക്കെ പങ്കെടുക്കുന്ന ദേ മാവേലി കുമ്പത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പങ്കെടുക്കാൻ പറ്റണം എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ ആഗ്രഹം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഒരുപാട് ഇൻ്റർവ്യൂകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ആ ആഗ്രഹം 2 പ്രാവശ്യം ഇക്കൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ട് 3ാമത്തെ പ്രാവശ്യമാണ് അത് പങ്കെടുക്കാൻ സാധിച്ചത്. മറ്റൊന്ന്, എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് ദിലീപേട്ടനാണ്. ആ ദിലീപേട്ടൻ്റെ പടത്തിൽ പാപ്പിയപ്പച്ച എന്ന സിനിമയ്ക്ക് ശേഷം പിന്നെ ഒരു വലിയ വേഷം, അത് നല്ല വേഷം, അതിനേക്കാളുമൊക്കെ ഒരുപാട് നല്ല വേഷം കിട്ടുന്നത് ഈ ചിത്രത്തിലാണ്. അതിലും ദിലീപേട്ടനുണ്ട്. ഞാൻ ആഗ്രഹിച്ച ഇക്കാക്കയുണ്ട്. എൻ്റെ അനിയന്മാരായിട്ടുള്ള 2 പേരാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്. അത് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. എനിക്ക് നല്ല വേഷങ്ങൾ തന്ന ബെന്നിച്ചേട്ടൻ ഇതിൻ്റെ ഫ്രണ്ടിലിരിപ്പുണ്ട്. ഒരുപാട് പേര് ചിലപ്പോൾ 10-60 സിനിമകൾ ഞാൻ ചെയ്തു. പക്ഷേ ഇനി ചിലപ്പോൾ ഈ സിനിമയ്ക്ക് ശേഷമായിരിക്കും സിനിമാ രംഗത്തുള്ളവർ എന്നെ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. അത്രയ്ക്ക് നല്ല ഒരു വേഷമാണ് എനിക്ക് സിനിമയിൽ ഇവർ സമ്മാനിച്ചത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ അത് തീർച്ചയായിട്ടും അത് അങ്ങനെ നടക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കതിന് ഈ വേഷം തന്ന എല്ലാവരോടും, കാക്കയോടും ദിലീപേട്ടനോടും സക്രിയ തോമസിനോടും ഒരുപാട്. ഈ കാക്കയുടെ 2ാമത്തെ പടമാണ്. ആദ്യത്തെ സിനിമയിലും ഒരു ചെറിയ വേഷം, നല്ല വേഷം ഞാൻ ചെയ്തു. ഈ സിനിമയിലും എനിക്ക് വലിയ ഒരു വേഷം തന്നു. അതിലെൻ്റെ അനിയന്മാരോടും
ഇക്കാക്കയോടും ദിലീപേട്ടനോടും ശങ്കറിയ തോമസിനോടും ഈ സിനിമയിൽ സഹകരിച്ച എൻ്റെ ഈ സിനിമയുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരോടും ഞാൻ വെറുതെ ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷനായിരുന്നു. എല്ലാവർക്കും ഒരു നന്മ നിറഞ്ഞ ഒരു ലൊക്കേഷനായിരുന്നു. ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ റോഷൻ ചിറ്റൂരാണെങ്കിലും അല്ലെങ്കിൽ അത് ഭയങ്കര ഇതായിരുന്നു. അത് രഞ്ജിത്താണെങ്കിലും പ്രിൻസ് ആണെങ്കിലും എല്ലാവരും വളരെ നല്ല, അനൂപേട്ടൻ, ദിലീപേട്ടൻ്റെ അനിയൻ അനൂപേട്ടൻ, എല്ലാവരും വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ലൊക്കേഷനായിരുന്നു. നല്ല സ്ക്രിപ്റ്റായിരുന്നു, നല്ല സംവിധാനമായിരുന്നു, നല്ല അറ്റ്മോസ്ഫിയറായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ ഈ സിനിമ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതിൻ്റെ 100-ാം ദിവസം ആഘോഷത്തിൽ ഞാനും നിങ്ങളും എല്ലാവരും പങ്കെടുക്കണം. നിങ്ങളെല്ലാവരും വീണ്ടും 100-ാം ദിവസം വരണം എന്ന് നിങ്ങളെല്ലാവരും ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നാദർ ഷായ്ക്കായും ദിലീപ് ഏട്ടനും ഒക്കെ ഉള്ള ഈ കൂട്ടുകെട്ടിൽ എൻ്റെ നാടിൻ്റെ ഒരു മനോഹാരിത ഉള്ള ആ ലൊക്കേഷനിലൊക്കെ എടുത്ത ഈ സിനിമയിൽ എനിക്ക് അഭിനയിക്കാനായിട്ടൊരു ചാൻസ് തന്ന നാദർ ഷായ്ക്ക, മറ്റുള്ള ദിലീപ് ഏട്ടൻ പോലെയുള്ള എല്ലാവർക്കും എൻ്റെ നന്ദി അർപ്പിക്കുന്നു. ഈ പടത്തിന്, ഈ സിനിമയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഒരു സിനിമ ജനിക്കുമ്പോൾ ആ സിനിമ ഇത്രയും മനോഹരമായിട്ടുള്ള വിഷ്വൽസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിനിമ സംഭവിക്കുമ്പോൾ അതിന് പിന്നിൽ ഒരുപാട് നല്ല മനസ്സുകൾ ഉണ്ട്. അതിൽ ഏറ്റവും എനിക്ക് കരുത്ത് നൽകിയത് എൻ്റെ പ്രിയ സുഹൃത്ത്, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയ സുഹൃത്ത്. എന്ത് വേണം എന്ന് പറയുമ്പോൾ അത് തരാൻ സന്നദ്ധരായിട്ടുള്ള 2 പ്രൊഡ്യൂസേഴ്സ്. ആ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് എല്ലാം കൃത്യമായിട്ട് എനിക്ക് വേണ്ട എല്ലാം സപ്പോർട്ടും ചെയ്തത് റോഷൻ ചിറ്റൂർ. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു റോഷൻ. പിന്നെ മനോഹരമായ ക്യാമറ, ആ ദൃശ്യ സുഖം നമുക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇത്രയും മനോഹരമായ വിഷ്വൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു. ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ ഊഴം മുതൽ വിശ്വരൂപം സെക്കൻഡിൻ്റെ ക്യാമറ വരെ ചലിപ്പിച്ചിട്ടുള്ള ശ്രീ ശ്യാം ദത്ത്, ടെക്നിക്കൽ ക്രൂ. ഞങ്ങളുടെ അമർ അക്ബർ അന്തോണിയുടെ എഡിറ്ററായിരുന്നു. പുലിമുരുകൻ എഡിറ്റ് ചെയ്തു. ഒരുപാട് നിരവധി സിനിമകൾ, സൂപ്പർ ഹിറ്റ് സിനിമകൾ എഡിറ്റ് ചെയ്ത മിസ്റ്റർ ജോൺ കുട്ടി എഡിറ്റർ ജോൺ കുട്ടി. മനോഹരമായ വസ്ത്രാലങ്കാരം നമുക്ക് നൽകിയ സഖി. സഖി ഇവിടെ ഈ പരിസരത്തുണ്ടോ? ഓക്കെ, സഖി പ്ലീസ്. പിന്നെ മമ്മൂക്ക മുതൽ ഏറ്റവും ഇന്ന് നമ്മളുടെ ഈ പടത്തിലെ നായകനായ വിഷ്ണുവിന് വരെ മേക്കപ്പ് ഇട്ട ശങ്കരേട്ടൻ PV ശങ്കർ. മലയാളത്തിലെ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾക്ക് മാത്രമല്ല, ഏറ്റവും നല്ല ഒരുപാട് ചിത്രങ്ങൾക്ക് പിന്നിൽ, ഇപ്പോൾ ഈ അടുത്തിടെ ഇറങ്ങിയ പുലിമുരുകൻ പോലുള്ള വൻ ചിത്രങ്ങളുടെ പിന്നിൽ ആർട്ട് വർക്ക് ചെയ്ത ഈ സിനിമയുടെയും നമ്മുടെ ആർട്ട് ഡയറക്ടർ ജോസഫ് നെല്ലിക്കൻ. നമ്മുടെ കൂടെ സിനിമയിൽ സഹകരിച്ച ഒരുപാട് പേരുണ്ട്. ജോർജ്, ഏലൂർ ജോർജ്, രമേശ് കുറുമശ്ശേരി, ഹരിശ്രീ യൂസഫ് തുടങ്ങിയ ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. പിന്നെ അസോസിയേറ്റ് ഡയറക്ടർ ശ്രീ ഹരിശ്രീ ബാബുരാജ്, മറ്റൊരു ശക്തമായ വേഷം ചെയ്തിട്ടുള്ള ബാബു ജോസ്. ഇവരെല്ലാം ഒന്ന്, കാരണം നമ്മളുടെ ഒരു സിനിമ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ദിവസങ്ങൾ നമ്മളുടെ കൂടെ നിന്ന് എല്ലാവരുടെയും ഒരു പ്രതീക്ഷയാണ് സിനിമ. അവരെ ഒന്ന് ഓർമ്മിക്കുന്നു. രമേശ് കുറുമശ്ശേരി ആൻഡ് ബാബു ജോസ്. കൊച്ചു മിമിക്ക ഉണ്ടോ ഇവിടെ? മിമിക്ക അനീഫിക്കല്ലേ? അനീഫിക്ക വാ. ബാബു ജോസ് വന്ന്. ഇതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, അസോസിയേറ്റ് ക്യാമറ, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും ഉണ്ട്. അവർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം 2 വാക്ക് സംസാരിക്കാനായിട്ട്, അല്ല, ഞാൻ മിമിക്ക ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, എന്നെ പാരഡി എഴുതാൻ പഠിപ്പിച്ചു തന്ന ആളാണ് മിമിക്ക. അതുകൊണ്ട് അമർ അക്ബർ അന്തോണി ചെയ്തപ്പോഴും അതിനകത്തൊരു ചെറിയ വേഷം ഉണ്ടായിരുന്നു. ഈ പടത്തിൽ മിമിക്ക ഉണ്ട്. കാരണം
വന്ന വഴിയിലൂടെ സഞ്ചരിച്ചപ്പോൾ അതിൽ രമേശ് കുർമ്മശ്ശേരി, ഞാൻ വീട്ടിൽ നിന്ന് എന്നെ മിമിക്രിയിൽ ആദ്യമായി പിടിച്ചുകൊണ്ടെന്ന് മിമിക്രി ചെയ്യിപ്പിച്ച രണ്ടുപേരാണ് ജോർജും രമേശും. ഇവർ രണ്ടുപേരും ഈ ചിത്രത്തിലുണ്ട്. ഇനി ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഒരുപാട് പേര് ചിലപ്പോൾ ഇതിനിടയിൽ ഇരിപ്പുണ്ടാവും. അവർക്ക് ഞാൻ എല്ലാവരെയും പേര് ഓർമ്മിക്കുന്നില്ല എന്നുള്ള ഈ സാഹചര്യത്തിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഡോക്ടറെ ഞാൻ ഈ വേദിയിലേക്ക് 2 വാക്ക് സംസാരിക്കാനായിട്ട്. അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന ചിത്രം നിർമ്മിക്കുകയും ഈ ചിത്രത്തിന് ഡോക്ടറും ദിലീപും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഡോക്ടർ 2 വാക്ക് സംസാരിക്കും. ഇത്രയും ഹൈപ്പായിട്ട് നിൽക്കുമ്പോൾ ഞാൻ കേട്ടാ UGM ഇത് 2ാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ അമർ അക്ബർ ആൻ്റണിയാണ്. അമർ അക്ബർ ആൻ്റണി അനന്യ ഫിലിംസ് ആൽബിൻ ആൻ്റണിയോട് കൂടെ ചെയ്യാൻ സാധിച്ചു. അത് എന്നെ കൊണ്ടുവന്നത് നാദർഷയാണ്. കാരണം ഒരു നല്ല സിനിമയുടെ ഭാഗമാകണമെന്ന് ഞാൻ നാദർഷയുടെ ഒത്തിരി നാളത്തെ സൗഹൃദത്തിൻ്റെ പേര് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യമ സിനിമ തന്നെ എന്നെ കൊണ്ട് പരീക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളത് വളരെ സന്തോഷം പകർന്ന്. അപ്പം അത് വളരെ സക്സസ് ആയപ്പം വീണ്ടും അത് ചെയ്യും. കാരണം ആദ്യത്തെ സിനിമ സക്സസ് ആയപ്പോൾ ആ ബിസിനസ് തന്നെ വീണ്ടും ചെയ്യണമല്ലോ. അങ്ങനെ 2ാമത്തെ സിനിമയ്ക്കും എനിക്ക് തയ്യാറായി. പക്ഷേ അന്നേരം വന്നത് ഒരു വലിയ പ്രസ്ഥാനം തന്നെയാണ്. ദിലീപും നാദർഷായും കൂടെ ഒരുമിച്ചാണ് മുന്നിൽ നിൽക്കുന്നത് എല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കുന്നതെന്ന് അറിഞ്ഞു. അതിൽ ഭയങ്കര ഒരു ആത്മവിശ്വാസമുണ്ട്. ഞങ്ങൾ UGM US ഒരു ചെറിയ സിറ്റ്കോം ചെയ്യുന്നുണ്ട്, TV സിറ്റ്കോം ചെയ്യുന്നുണ്ട്. UGMൻ്റെ ഈ 2ാമത്തെ സിനിമയ്ക്ക് നാദിൻ്റെ കൂടെ ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട്. ഈ സിനിമ നവംബർ 11 അല്ലേ? നവംബർ 15 നാദർഷ നവംബർ 11 തിയേറ്ററിലെത്തും. എനിക്കും എന്നെക്കാട്ടും നല്ലവണ്ണം സംസാരിക്കാനുള്ള അടുത്ത ആൾ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ നാദർഷയുടെ അടുത്ത് മൈക്ക്. താങ്ക് യു. ക്ഷമിക്കണം, ഒരു പ്രധാനപ്പെട്ട 2 വ്യക്തികൾ കൂടിയുണ്ട്. നമ്മുടെ ഈ ട്രെയിലർ ഗംഭീരമായി സൂപ്പർ ഹിറ്റായി എന്ന് എല്ലാവരും പറയുമ്പോൾ ഇപ്പോൾ ഈ 24 മണിക്കൂറിനകം 3 ലക്ഷം പേര് കണ്ട മലയാളത്തിലെ ആദ്യത്തെ ട്രെയിലർ നമ്മുടെയാണ്. ആ ട്രെയിലർ എഡിറ്റ് ചെയ്ത് ഞങ്ങളുടെ സ്പോട്ട് എഡിറ്റർ റിയാസിനെ സ്പോട്ട് എഡിറ്റ് ചെയ്യാൻ വന്ന് ഇതിൻ്റെ ട്രെയിലർ റിയാസാണ്. ഒരു പരീക്ഷണം നടത്തിയാണ് ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ റിയാസിനെ കൊണ്ട്. ഏതായാലും അത് സക്സസ് ആയി. താങ്ക് യു റിയാസ്. ഇനി ഒരാൾ കൂടി വിട്ടുപോയാൽ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ആദ്യകാലങ്ങളിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാടക രംഗത്തേക്ക് അല്ലെങ്കിൽ ഒട്ടും അഭിനയിക്കാൻ അറിയാൻ പാടില്ല. അത് അന്നും അറിയാൻ പാടില്ല, ഇന്നും അറിയാൻ പാടില്ല എനിക്ക്. പക്ഷേ അപ്പോഴും അഭിനയം എന്ന് പറഞ്ഞിട്ട് പിടിച്ചെന്നെ സ്റ്റേജിലേക്ക് കയറ്റിയ ഒരാളുണ്ട്, ഏലൂർ ഹുസൈൻ. അദ്ദേഹം ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്യുന്നു. ഇനി ദിലീപ് പ്രൊഡ്യൂസർ ആയിരുന്നെങ്കിലും ദിലീപല്ല ലൊക്കേഷനിൽ ഉണ്ടായിരുന്നത്. ഫുൾ ടൈം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന, എപ്പോഴും ചിരിച്ച് മുഖത്തോടു കൂടി അത് കൊള്ളാൻ ആഷക എന്താ വേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് കിടക്കുന്ന ഒരാൾ കൂടി ഉണ്ടായിരുന്നു. ശ്രീ അനൂപ്, ദിലീപിൻ്റെ ബ്രദർ അനൂപ്. ഇനി രഞ്ജിത്ത്, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് രഞ്ജിത്ത്. ഓക്കെ, ഇനി ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇവരെല്ലാം അതിലും കൂടുതൽ ആൾക്കാർ ഇവിടെയാവും. അതിൻ്റെ പേരിൽ ഒരുപാട് നന്ദി. ഇനി ദിലീപിനെ ഞാൻ ഇതിൻ്റെ വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. ഷൈൻ ആൻഡ് പ്രിൻസ് പ്ലീസ്. പ്രിയമുള്ളവരെ, നേരത്തെ ഇവിടെ ലാലേട്ടൻ പറയുകയുണ്ടായി, ഇവിടെ വന്നപ്പോൾ തന്നെ ഫീൽ ചെയ്ത ഒരു പോസിറ്റീവ് എനർജിയെക്കുറിച്ച്. ശരിക്കും പറഞ്ഞാൽ നാദിർഷ ആദ്യം സംവിധാനം ചെയ്ത അമർ അക്ബർ അന്തോണി എന്ന ചിത്രത്തിൻ്റെ ഓഡിയോ റിലീസിന് ഞാനുണ്ടായിരുന്നു. അന്നും ഇതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്ത, കാരണം ഒരു ഓഡിറ്റോറിയത്തിലേക്ക് കയറി വരുമ്പോൾ എല്ലാവരും നിറഞ്ഞു നിൽക്കുക, അത് ഇവിടെ നിൽക്കുന്ന ആളുകൾ ഒരേ മനസ്സോടെ ഞങ്ങളുടെയൊക്കെ വളർച്ച ഒരുപാട് ആഗ്രഹിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. ഗുരുസ്ഥാനീയർ,
വീട്ടുകാർ, കൂട്ടുകാർ, ബന്ധുക്കൾ, ഞങ്ങളുടെ സഹപ്രവർത്തകർ, അങ്ങനെ ഒരുപാട് പേര്. പിന്നെ ലിജുമോളെ, ഇത് കൊച്ചു പടമൊന്നുമല്ല, ഇത് നല്ല കാശിറക്കിയിട്ടുള്ള പടമാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പറയണ്ടേ, സൂപ്പർ താരങ്ങളില്ലാത്ത സിനിമ, കഥയാണ് സൂപ്പർ താരം. നല്ല ഒരു കഥ, നല്ലൊരു കണ്ടൻറ്റ് ഈ സിനിമയിൽ ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ശക്തമായിട്ട് ഇങ്ങനൊരു സിനിമ ചെയ്യാം എന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയ വിഷ്ണുവിനോടും ബിബിനോടും നന്ദി പറയണു. പിന്നെ പുതിയ കലാകാരന്മാർ ഒരുപാട് പേര് വരുന്നുണ്ട്. ഞാനും ഒരു കാലത്ത് പുതുമുഖം ഒരുപാട് കാലം സിനിമയിൽ വരണമെന്ന് ആഗ്രഹിച്ചിട്ട് സിനിമയിൽ വന്നതാണ്. അന്ന് ഞാൻ നാദർഷയുടെ വീട്ടിൽ പോയി, ഞാനാണ് നാദർഷനെ ഒരു രാത്രിയിൽ അഭിനയിക്കാൻ വിളിച്ചുകൊണ്ടുപോയത്. പക്ഷേ സംവിധാനം പഠിച്ചാണ് ഞാൻ ആദ്യം സഹസംവിധായകനായിട്ടാണ് സിനിമയിൽ വന്നത്. പിന്നെ അതിന് ശേഷം അഭിനയത്തിലേക്ക് തിരിഞ്ഞു. അഭിനയിക്കാൻ വന്ന നാദർഷ സംവിധാനം പഠിക്കാത്ത സംവിധായകനായി. അങ്ങനെ പല കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. ഏകദേശം ഞാനും നാദർശൻ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് 28 വർഷത്തെ ബന്ധമാണ്. അപ്പോൾ എനിക്ക് തോന്നണം, നിങ്ങൾ ചോദിക്കും, ജനിച്ചന്ന് മുതൽ നിങ്ങൾ വലിയ പരിചയക്കാരാണോ എന്ന്. കണക്കൂട്ടണ്ട പ്രായം, അത് നോക്കണ്ട. ഇപ്പോൾ ഇവിടെ നാദർഷ ഞാനും പണ്ട് മിമിക്രി ചെയ്തിരുന്ന സമയം മുതൽ ഒരുപാട്, നേരത്തെ സംസാരിച്ച വിഷയമാണ് നാദ് എന്ന് പറഞ്ഞ കമ്പനിയെക്കുറിച്ച്. കട്ടപ്പനയിൽ ഹൃതിക് റോഷൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് മുമ്പ് അമർ അക്ബർ അഗ്നോടി ചെയ്യുന്ന സമയത്ത് ഞാൻ നാദർഷയോട് പറഞ്ഞാണ്, നാദർഷ നാദിൻ്റെ പേര് ചെയ്തുകൂടെ നിൻ്റെ ആദ്യത്തെ സിനിമ. അപ്പോഴാണ് നല്ല ഒരു മനസ്സിനുടമയായ, ഹൃദയങ്ങൾ മാറ്റിവെക്കുന്ന നമ്മുടെ ഡോക്ടറെ, ഏറ്റവും വലിയ സർജനാണ് അമേരിക്കയിൽ, കൂടുതലും അതുകൊണ്ട് ഹൃദയങ്ങൾ മാറ്റിവെക്കുന്നുണ്ടാവും പുള്ളി കൂടുതൽ ലവ് സ്റ്റോറീസാണ് പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ ഡോക്ടർ ആ സിനിമ ചെയ്തു, വലിയ വിജയമായി. അതിനുശേഷം ഇപ്പോൾ ഈ സിനിമയുടെ സംഭവം നടക്കുമ്പോൾ ഡോക്ടർ നമുക്ക് ഒരുമിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമ ചെയ്തിരിക്കുകയാണ്. അത് വലിയൊരു വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന, പറഞ്ഞ തീരത്ത് എന്താ പറയുക, ഇവരോടൊക്കെ എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ റോഷൻ ചിറ്റൂർ, അതുപോലെ അനൂപാണ്. ഞാൻ ലൊക്കേഷനിൽ പോയിട്ടില്ല, ഞാൻ ഒരു ദിവസമേ പോയിട്ടുള്ളൂ. അനൂപാണ് ഫുൾ ടൈം കാര്യങ്ങൾക്ക് വേണ്ടി നിന്നത്. അപ്പോൾ സലീമിൻ്റെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, ഒന്ന് പറയും, അംബാനി എങ്ങാനും പോവാറുള്ളത്. പക്ഷേ ഈ പടം ഹിറ്റാക്കി തരണോട്ടെ, ഇല്ലെങ്കിൽ അറിയാലോ. അപ്പം എന്തായാലും ഈ പടത്തിൽ പൈസയേക്കാളുപരി ഈ പടത്തിൻ്റെ, കാരണം ഓരോ ദിവസവും നമ്മൾക്ക്, ഞാൻ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ വേറെ ഷൂട്ടിങ്ങിലായിരുന്നു, പക്ഷേ ഓരോ കാര്യങ്ങളും അപ്പോൾ നമ്മൾക്ക് വിവരങ്ങൾ ലഭിച്ചിരുന്നത്. കാരണം ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ ഈ ടീമിൻ്റെ ഐക്യം, പൈസയേക്കാളുപരി അവരുടെ ഐക്യമാണ്. പ്രത്യേകിച്ച് ശ്യാംദത്തൊക്കെ ഞാൻ വിളിച്ചപ്പോൾ തന്നെ വേറെ പടങ്ങൾ മാറ്റിവെച്ചാണ് ഓടി വന്നത്. അതിന് ശ്യാമിനോട് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ പുലിമുരുകൻ്റെ തിരക്കിനിടയിൽ, വേറെ സിനിമകളുടെ തിരക്കിനിടയിൽ വന്ന് ജോൺകുട്ടി, പക്ഷെ അങ്ങനെ പറയില്ല, അതാ ഇരിക്കട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ, ഓരോരുടെ പേരെടുത്ത് പറയുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും എടുത്ത് പറയുന്നത്, ഒരുപാട് മാനസിക പ്രശ്നങ്ങളിൽ പെട്ട് ആ സമയത്ത് ഇതിൽ വലിയൊരു വേഷം ചെയ്ത ഒരാളാണ് എലിയൂർ ജോർജ്. സന്തോഷ് പണ്ഡിത്തിനെ മലത്തടിക്കാൻ പോയപ്പോൾ അതിൻ്റെ ക്ഷീണത്തിൽ വന്നിരിക്കുകയാണ് എലിയൂർ ജോർജ്. അപ്പോൾ അങ്ങനെ ഇതുപോലെ പ്രയാഗ, പിന്നെ ശങ്കരേട്ടനാണ് ഞാൻ സിനിമയിൽ വന്നപ്പോൾ എനിക്ക് ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്തത്. മമ്മൂക്ക മുതലെന്ന് പറഞ്ഞ പോലെ ഇടയിൽ ഒരാൾ ഞാനും ഉണ്ട്. ആദ്യമായിട്ട് എൻ്റെ മുഖത്ത് ചായം തേച്ച ആളാണ് ശങ്കരേട്ടനോടും. അതുപോലെ മിമിക്രിയിലുള്ള അനീഫിക്ക. ഇപ്പം നാദർഷ ഇവിടെ പറയുകയുണ്ടായി, നാദർഷയെ അഭിനയം പഠിപ്പിച്ച ആളാണ് അദ്ദേഹമെന്ന്. പക്ഷെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ അങ്ങേരെ വിളിക്കാത്ത തെറിയില്ല ജീവൻ. കാരണം അഭിനയം ശരിയായില്ല അത്രേ. ഇവൻ അഭിനയം പഠിപ്പിച്ച ആളാണ്. പ്രതികാരം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞാണ്, ഞാൻ നാളെ ഒരുത്തരം പണി കൊടുക്കും, എൻ്റെ അഭിനയം പഠിപ്പിച്ചവരോ വരും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ നിമിഷത്തിൽ കഴിഞ്ഞ തവണ ഞാൻ പറയണമെന്ന് വിചാരിച്ച ഒരു സംഭവമുണ്ട്. ഇവിടെ ഇപ്പോൾ സലീമുണ്ട്, അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതിവിടെ പറയാൻ തോന്നുന്നു. ഒന്നുമില്ല, 2010 ഞങ്ങളൊരു അമേരിക്ക ഷോ പോയി. അപ്പോൾ ആ സമയത്ത് ഫ്ലൈറ്റിൽ സംവിധാനത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. അന്ന് ഇവർ രണ്ടുപേരും സംവിധായകരായിട്ടില്ല. അപ്പോൾ
സലീം പറയുന്നുണ്ട്, നാദർഷ നീ വെറും മിമിക്രി പടങ്ങൾ മാത്രം ചെയ്യുന്ന ഒരാളായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സലീം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഞാനും കൂടി അതിൻ്റെ കൂടെ, അപ്പം നീ എങ്ങനത്തെ സിനിമയായിരിക്കും? ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റർടൈൻമെൻറ്റ് സിനിമയുടെ ഭാഗത്തേക്ക് ഞാൻ ചിന്തിക്കുള്ളൂ. പിന്നെ ഞാനൊരു സഹസംവിധായകനായതുകൊണ്ട് കൂടുതൽ എൻ്റെ മെക്കട്ടയ്ക്ക് സലീമും നാദർഷയും കയറുന്നില്ല. അപ്പോൾ സലീം പറയുന്നത്, ഞാൻ വളരെ ബുദ്ധിജീവി സിനിമകളെ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഭയങ്കര ചർച്ച നടക്കുന്നു ഫ്ലൈറ്റിൻ്റെ അകത്ത്. അങ്ങനെ ഫ്ലൈറ്റ് സാൻ ഫ്രാൻസിസ്കോയിൽ ലാൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങളെല്ലാം പതുക്കെ പെട്ടിയൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ സലീം പതുക്കെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീൽ ചെയറൊക്കെ ആയിട്ട് ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സലീം പുറത്തിറങ്ങി ഇയാളെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അത് ഓസിന് അവിടം വരെ പോവാമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ വേഗം എന്നൊക്കെ പറഞ്ഞ് അതിൽ ഒരു പെട്ടിയൊക്കെ ഉണ്ട്, അതുമായിട്ട് ഇരുന്ന്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്നു പോവാം. ഞാനും നാദർഷൊക്കെ മുമ്പിൽ പോകുന്നുണ്ട്. കുറച്ച് ഞങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരാൾ വീൽ ചെയറിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ തിരിഞ്ഞു നോക്കിയ ഉടനെ ചിരിച്ചു. അപ്പം നാദർഷ ഉടനെ സലീമിൻ്റെ അടുത്ത്, നിന്റെ പടം റിലീസായ? കാരണം വീൽ ചെയറിൽ പടമൊക്കെ റിലീസായതിൻ്റെ അവസ്ഥ കഴിഞ്ഞിട്ട് വരിക. ഞാൻ ചിരിച്ച് ഉപ്പടളകി. കാരണം അപ്പം തന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ പോയി ബാഗേജ് ക്ലിയറിങ്, അവിടെ നിന്ന് പെട്ടിക ഷോയാണല്ലോ, ഒരുപാട് പെട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ കഴിഞ്ഞ് നമ്മൾ ബസ് കാത്ത് നിൽക്കുമ്പോൾ വലിയ ഒരു ട്രോളി വരികയാണ്. അപ്പോൾ ആളെ കാണാനില്ല. ഞാൻ പതുക്കെ ഇങ്ങനെ നോക്കി, ട്രോളി മാത്രം വലിയ ബാഗൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞപ്പോൾ നാദർഷയാണ് ട്രോളി തള്ളിക്കൊണ്ട് തന്നെ. ഉടനെ ഞാൻ നാദർഷയോട്, നിൻ്റെയും പടം റിലീസായ? സലീമിന് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ രണ്ടുപേരും സംവിധാനം ചെയ്തു, രണ്ടുപേരുടെ സിനിമകളും ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകളായി. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഇവർ രണ്ടുപേരും സംവിധാനം ചെയ്തതുകൊണ്ടും ഞാൻ ഗുരുസ്ഥാനത്ത് കാണുന്ന ആളുകൾ, എൻ്റെ സഹോദരനായ ലാൽ ജോസ് തുടങ്ങിയ ഒരുപാട് സംവിധായകർ ഇവിടെ ഉള്ളത് കൊണ്ട് തൽക്കാല സംവിധാനം മാറ്റിവെച്ചിട്ട് ആക്ടിങ് തന്നെ നാദർഷ അല്ലേ. അപ്പോൾ അതുകൊണ്ട് കൂട്ടത്തിലുള്ള ഒരുപാട് പേർ സംവിധായകരാകുന്നതുകൊണ്ട് തൽക്കാലം അഭിനയത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചുകൊണ്ടും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന വേണം കേട്ടോ, കയ്യടിയൊക്കെ വേണേ നമുക്ക്. എനിക്ക് താങ്ക് യു. അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന, കാരണം ഒരു ഓഡിയോ, ഒരു പുതിയ താരങ്ങൾ അല്ലെങ്കിൽ പുതിയ ആളുകൾ അഭിനയിക്കുന്നു. കാരണം ഇതിലെ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ ഇതിലെ ക്യാപ്ഷൻ തന്നെ ഉണ്ടായിരുന്നു, കുറവുകൾ കൂടുതലുള്ള ഒരാളുടെ കഥ. അല്ല, പല കാസറ്റ് ഇന്നൊക്കെ കാസറ്റ് കച്ചവടം നടക്കുന്നില്ല, മാർക്കറ്റില്ല എന്നൊക്കെ പറയുന്ന സമയത്തും ദൈവാനുഗ്രഹം കൊണ്ട് നാദർഷ പറയായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ആളുകളെ വെച്ചിട്ടുള്ള ഈ സിനിമയിൽ പ്രത്യേകിച്ച് നാദർഷയുടെ സംഗീത സംവിധാനം. പക്ഷേ ഇതിൽ പല പാട്ടുകളെല്ലാം നിങ്ങൾ കണ്ടതാണ്. ഈ പാട്ടുകൾ ഇന്ന് മലയാള സിനിമയിലെ ഏറ്റവും ഗംഭീരമായ റേറ്റിങ്ങിലാണ് ഇതിൻ്റെ കച്ചവടം നടന്നത്. അത് വലിയൊരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളിലും വളരെ പോസിറ്റീവായിട്ട് ഉള്ള കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെയൊക്കെ സ്നേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് വീണ്ടും നമുക്കിതിൻ്റെ ഓരോ ഫങ്ഷൻസായിട്ട് കാണാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പ്രോത്സാഹനം, ഈ സ്നേഹം, ഈ പ്രാർത്ഥന എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറയുന്നു. ഒപ്പം ചെറിയ ഒരു ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും കഴിക്കണം. അതോടൊപ്പം തന്നെ ഈ ബിബിനും വിഷ്ണുവൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവർക്കൊക്കെ പാട്ട് പാടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഓർക്കസ്ട്ര ഒക്കെ ഉണ്ട്, അതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ നടന്നോളും അല്ലേ. അത് ചില സമയത്ത് ഇങ്ങനെ നടന്നോളും. അതിൻ്റെ കൂടെ തന്നെ ബാക്കി ഭക്ഷണവും നൽകട്ടെ. താങ്ക് യു സോ മച്ച് എവറിബഡി. നമ്മൾ വന്ന കാര്യം ഗംഭീരമായി നടന്നു. ട്രെയിലർ കണ്ടു, ഓഡിയോ റിലീസ് ചെയ്തു. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് സിനിമയുടെ റിലീസിനാണ്. ഈ ഒരു അവസരത്തിൽ തന്ന എല്ലാവിധ സ്നേഹവും സപ്പോർട്ടും റിലീസ് കഴിയുമ്പോഴും ഉണ്ടാവണം എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് എവറിബഡി. ഗുഡ് നൈറ്റ്.
പഠിച്ചോനെ, നിങ്ങൾ കാത്തോളി.